ടാലിയിൽ കമ്പനി ക്രിയേഷൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് ഇൻ ആസ് എഡ്യൂക്കേഷണൽ മോഡാണ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ കമ്പനി ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഓർത്തിരിക്കണം ഗേറ്റ് വേ ഓഫ് ടാലി. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കമ്പനി ഇൻഫോ എന്നുള്ള മെനുവിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കിടപ്പുണ്ട്. ഒന്ന് സെലക്ട് കമ്പനി, പിന്നെ ലോഗിൻ ആസ് റിമോട്ട് യൂസർ, ദെൻ ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ ആൻഡ് ക്വിറ്റ്. സെലക്ട് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാലിയിൽ ഒരു കമ്പനി മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്നിലധികം കമ്പനീസ് ക്രിയേറ്റ് ചെയ്ത് ഒരേ സമയം അക്കൗണ്ട്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളിൽ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെലക്ട് കമ്പനി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ലോഗിൻ ആസ് റിമോട്ട് യൂസർ. അതായത് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സെർവർ ഓൺ ആണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ടാലി വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ലോഗിൻ ആസ് റിമോട്ട് യൂസർ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷനാണ് ക്രിയേറ്റ് കമ്പനി. അത് കമ്പനി ക്രിയേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഓപ്ഷൻ ബാക്കപ്പ്, റീസ്റ്റോർ. ബാക്കപ്പ്, റീസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടും ടാലിയിൽ കമ്പനി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് സി ഡ്രൈവിലായിരിക്കും. അതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലും കൂടി സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് നമുക്ക് അതിൻ്റെ ബാക്കപ്പ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ വേർഷന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ അത് കറപ്റ്റഡ് ആകുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കപ്പ് വേർഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് റീസ്റ്റോർ. അപ്പോൾ ബാക്കപ്പും റീസ്റ്റോറും ഓർത്തിരിക്കുക. കമ്പനിയിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഫയൽസ് കമ്പനി ഇൻഫർമേഷൻ സേവ് ചെയ്യാനാണ് നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്നത്. ഒറിജിനൽ ഫയലിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് വേർഷൻ റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ക്വിറ്റ് എന്ന് പറയുന്നത് ഈ വിൻഡോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഓപ്ഷനും ഒരു ക്യാരക്ടർ അല്ല ഒരു ആൽഫബറ്റ് ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നതായിട്ട് കാണാം. ഇവിടെ സെലക്ട് കമ്പനി ആണെങ്കിൽ എസ്, ലോഗിൻ ആസ് റിമോട്ട് യൂസർ ആണെങ്കിൽ എൽ, ക്രിയേറ്റ് കമ്പനി ആണെങ്കിൽ സി, ബാക്കപ്പ് ആണെങ്കിൽ ബി, റീസ്റ്റോറിന് ആർ, ക്വിറ്റിന് ക്യൂ അല്ലേ. അപ്പം നമുക്ക് ഇപ്പം ക്വിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്വിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യാതെ നമ്മുടെ കീബോർഡിൽ ക്യൂ എന്നുള്ള കീയിൽ പ്രസ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്വിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്വിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതേപോലെ തന്നെ ക്രിയേറ്റ് കമ്പനിക്ക് നമ്മൾ ഈ ഓപ്ഷനിൽ ഇവിടെ എടുത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എന്താണ് സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതിയായിരിക്കും. സി എന്നുള്ള കീ പ്രസ് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോട്ട് കീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓരോ ഓപ്ഷനിൻ്റെയും കൂടെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്ന ക്യാരക്ടർ കീബോർഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ആ കീ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഹോട്ട് കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനി ക്രിയേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ക്രിയേറ്റ് കമ്പനി. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഏത് കീയിലാണ്, നമ്മൾ കീബോർഡിൽ നിന്ന് സി എന്നുള്ള കീയിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷനിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ സി എന്നുള്ള കീ പ്രസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷനുള്ള വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്ടറി എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടറിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഡയറക്ടറിയിലേക്കുള്ള പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് C:*users പബ്ലിക്കിൽ ടാലി എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഡാറ്റ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് നമ്മുടെ കമ്പനി ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, C: എന്നുള്ള ഡ്രൈവിൽ. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കമ്പനിയുടെ നെയിമാണ്. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന പേരെന്ന് പറയുന്നത് കൊച്ചിൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഓരോ വേർഡിലെയും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ വന്നോളും. അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാപ്സ് ഒക്കെ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചിൻ സർവീസസ് നമ്മൾ അടിക്കുമ്പോൾ തന്നെ അത് നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ അടിച്ചാൽ മതിയായിരിക്കും. ഓരോ വേർഡും കമ്മിറ്റ് എല്ലാ എൻട്രി അങ്ങനെയാണ്. ഏത് എൻട്രിയിൽ നമ്മൾ വരുത്തിയാലും അതിൽ ഒരു വേർഡിൻ്റെ ഫസ്റ്റ്
സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് മെയിലിംഗ് നെയിം ഡിഫോൾട്ടായിട്ട് കമ്പനി നെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം, പക്ഷേ മെയിലിംഗ് നെയിം കമ്പനി നെയിമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അടുത്തത് അഡ്രസ്സ് M0 ഒരു ലൈൻ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈൻസ് എടുക്കാവുന്നതാണ്. നമ്മുടെ ആരോ കീ ഡൗൺ എന്നുള്ള ആരോ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതിയായിരിക്കും. എറണാകുളം. ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3 ലൈൻസ് എത്ര എണ്ണം വേണമെങ്കിലും ലൈൻസ് കൊടുക്കാം. പക്ഷേ എത്ര വേണമെങ്കിലും ലൈൻസ് ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് വലിയ അഡ്രസ്സ് ഒരുപാട് ലൈൻസ് ഉണ്ടെങ്കിൽ അത് പ്രിൻറ്റിൽ കിട്ടുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിലും 2-3 വേർഡ്സൊക്കെ ഒരു ലൈനിൽ തന്നെ കോമ ഉപയോഗിച്ച് കൊടുത്ത് എഴുതാനായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും നമുക്ക് പ്രിൻറ്റിൽ കിട്ടുന്നത്. M0 എറണാകുളം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ M0 ഇട്ടിട്ട് ഒരു കോമ ഇട്ടിട്ട് എറണാകുളം എന്ന് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കൺട്രി എന്നുള്ളത് ഇന്ത്യ. നമുക്കറിയാം ഇവിടെ ലിസ്റ്റ് ഓഫ് കൺട്രീസ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ മാത്രമല്ല, ഈ കിടക്കുന്ന ഏത് കമ്പനിയുടെ അക്കൗണ്ട്സും നമുക്ക് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഏതാണ്? ഇന്ത്യ ആണ്. അടുത്തത് സ്റ്റേറ്റ് നമുക്കിവിടെ കെ ടൈപ്പ് ചെയ്താൽ തന്നെ കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിനകത്തും കർണാടക, കേരള കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം കേരള. ഇനി അടുത്തത് പിൻകോഡ് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. പിൻകോഡ് കൊടുത്തു. അടുത്തത് നമ്മുടെ കമ്പനിയുടെ ഫോൺ നമ്പർ. അടുത്തത് മൊബൈൽ നമ്പർ. ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ ഫാക്സ് നമ്പർ. നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാം. ഓക്കെ. അടുത്തത് ഇമെയിൽ അഡ്രസ്സ്. അടുത്തത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അത് ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. .com. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. കമ്പനി നെയിം, മെയിലിംഗ് നെയിം, അഡ്രസ്, കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ്, മൊബൈൽ നമ്പർ. കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമ്മുടെ പ്രൈമറി മെയിലിംഗ് ഡീറ്റെയിൽസ് ആണ് ഇത്രയും വരുന്നത്. അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസിൽ എന്തൊക്കെയുണ്ട്? ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്. ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏപ്രിൽ 1-ാം തീയതി ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്ന ഡേറ്റ്. അതിൻ്റെ ഇയർ മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ ബുക്സ് ബിഗിനിങ് ഫ്രം എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന അതേ ഡേറ്റ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും 2 ഡേറ്റും ഒന്ന് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ അക്കൗണ്ട് ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങുവാണ്, ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുവാണെങ്കിൽ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടാകും. അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അതിന് റെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എന്താണോ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റിൽ നമ്മളിവിടെ അക്കൗണ്ട് ബുക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം എന്നുള്ള ഓപ്ഷനും അക്കൗണ്ട് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത ദിവസവും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളതാണ്. നമുക്ക് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പാസ്വേഡ് എൻ്റർ കൊടുക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, പാസ്വേഡ് ഇട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ആ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യതയുള്ളവർ ഒന്നുകിൽ ആ പാസ്വേഡ് എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെക്കുക, അതല്ലെങ്കിൽ കമ്പനിയിലെ വേറെ ആരെങ്കിലുമായിട്ട് നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാതിരിക്കുക. കൊടുക്കാതിരുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല.
പാസ്വേഡ് കൊടുക്കുക, ഞാൻ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഞാനിവിടെ പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പനിയിൽ പല യൂസേഴ്സ് ഉണ്ടാകും, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. അക്കൗണ്ട്സിലുള്ളവർ മാത്രം നമ്മുടെ ടാലി ഹാൻഡിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് പാസ്വേഡ് ഉപയോഗിച്ച് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാലി യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളത്. ഞാനിവിടെ യെസ് എന്ന് കൊടുക്കുകയാണ്. യെസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് കിട്ടും. നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ പാസ്വേഡ്. നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്ററും പാസ്വേഡും നമ്മളിപ്പം സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ള ഫീച്ചർ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ നെയിമും ചോദിക്കും, പാസ്വേഡും ചോദിക്കും. നമ്മളതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അടുത്ത തവണ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളവിടെ എന്ത് ചോദിക്കും? ഈ രണ്ട് ഇൻഫർമേഷനും ചോദിക്കും. നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്ററും ചോദിക്കും, പാസ്വേഡും ചോദിക്കും. അപ്പോൾ അത് രണ്ടും അറിയാവുന്നവർക്ക് മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ടാലി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഓഡിറ്റ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ചേഞ്ചസ് വരുന്നത് ട്രാൻസാക്ഷനിലോ ലെഡ്ജർ മാസ്റ്ററിലൊക്കെ വരുന്ന ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് നമുക്ക് യെസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളത് യെസ് ആയിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഓഡിറ്റ് ഫീച്ചേഴ്സും കൂടി നമുക്ക് ഇനബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ നെയിമൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. സെക്യൂരിറ്റി കൺട്രോൾ നോ എന്ന് തന്നെ കൊടുത്ത് എൻ്റർ ചെയ്യുവാണ്. ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നത് എന്താണ്? ബേസ് കറൻസി ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പി അല്ലേ, അതിൻ്റെ കറൻസി സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോർമൽ നെയിം എന്താണ്? INR, ഇന്ത്യൻ റുപ്പി എന്നുള്ളതാണ്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഡോളറിന് അല്ലെങ്കിൽ റുപ്പി എന്നൊക്കെ എഴുതുമ്പം ഈ സിമ്പിൾ നമ്മുടെ എമൗണ്ടിൻ്റെ മുന്നിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസിലും നമ്മുടെ അക്കൗണ്ട്സിലും മുഴുവൻ നമ്മൾ ഏത് എമൗണ്ട് കാണിച്ചാലും അതിൻ്റെ കൂടെ എന്തും കൂടി വരും? ഈ കറൻസി സിമ്പിളും കൂടി ചേർത്ത് വരും അതിന് മുന്നിലായിട്ട്, സഫിക്സ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ടിൻ്റെ കൂടെ 1000 എന്നുണ്ടെങ്കിൽ ഈ 1000-ന് മുന്നേ ആയിട്ട് കറൻസി സിമ്പിളും കൂടി ചേർത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. നമ്മുടെ എമൗണ്ടിനും സിമ്പിളിനും ഇടയ്ക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സ്പേസ് കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് അത് എന്ത് തന്നെയായിരിക്കും? യെസ് ആയിരിക്കും. ഇനി വരുന്നത് ഷോ എമൗണ്ട് ഇൻ മില്യൺസിൽ ഒക്കെ കണക്കുകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈ എമൗണ്ട് യെസ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മില്യൺസിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അടുത്തത് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് വരണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സേ വരത്തുള്ളൂ? 2 ഡിജിറ്റ്സേ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ വേർഡ് റെപ്രസെൻറ്റിംഗ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന എന്തായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്? പൈസയായിട്ടാണ് കണക്കാക്കുന്നത് അല്ല. ഡെസിമൽ പോയിന്റിന് മുന്നേ വരുന്നത് രൂപയായിട്ടും അത് കഴിഞ്ഞ് വരുന്നത് പൈസയായിട്ടും. ഇപ്പോൾ നമ്മളിവിടെ 10.50 എന്നാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? 10 രൂപയും പിന്നെ 50 പൈസയും അല്ലേ, ആ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ്. എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? 2 ആയിട്ടാണ്. ഡിഫോൾട്ടായിട്ട് തന്നെ എന്താണ് വരുന്നത്? 2 തന്നെയാണ്. ഈ വാല്യൂസ് എല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെ കറൻസി സിമ്പിൾ എന്നുള്ളത് ഇന്ത്യ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ ഈ ഓരോ ഓപ്ഷൻസും എൻ്റർ ചെയ്യാനായിട്ട് നമ്മുടെ കീബോർഡിലെ എൻ്റർ കീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺട്രി നെയിം, സ്റ്റേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഓരോ എൻട്രീസും നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പ്രസ് ചെയ്താൽ മതിയായിരിക്കും? എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ആക്സെപ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? യെസ് എന്ന് കൊടുക്കാം. അതല്ല, നമ്മൾ എൻ്റർ ചെയ്ത് ഒന്നും കൂടി വായിച്ച് നോക്കുമ്പം എന്തെങ്കിലും എറർ നമുക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നി, അതായത് നമുക്ക് എന്തെങ്കിലും അഡ്രസ്സ് ചേഞ്ച് വരുത്തണോ, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് തെറ്റായിട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡേറ്റ് വല്ലതും തെറ്റായിട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോ എന്ന് കൊടുക്കാം.
അപ്പോൾ ഞാൻ നോന്ന് കൊടുക്കുകയാണ്. നോന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു പോയിട്ട് നമുക്ക് എന്താണ് ഇവിടെ കണ്ടോ, നമുക്ക് പിന്നെയും തിരിച്ചു പോയിട്ട് നമുക്ക് കറക്ഷൻസ് ആവശ്യമുള്ളിടത്ത് കറക്ഷൻസ് വരുത്താവുന്നതാണ്. കറക്ഷൻസ് വരുത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതെല്ലാം ഓപ്ഷൻസിൽ കൂടി കടന്നു പോയിട്ടേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് അക്സെപ്റ്റ് എന്ന് ചോദിച്ചു. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കൊച്ചിൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കമ്പനീസ് എന്നുള്ളതിൽ എന്ത് വന്നിട്ടുണ്ട്, കൊച്ചിൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് അല്ലേ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കറണ്ട് പീരീഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് വൗച്ചേഴ്സ് ഒന്നും നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മുടെ ഓപ്ഷൻസ് മാറി വരും. ഈ ഓപ്ഷൻസ് ഓരോന്നും എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ബട്ടൺ പാനലിൽ നമുക്കിവിടെ എന്തുണ്ട്, കമ്പനി ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട് അല്ലേ. നമുക്ക് കുറച്ച് മുന്നേ നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നത്, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കമ്പനി ഇൻഫോയിൽ പോയിട്ടായിരുന്നു നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തത്. തിരിച്ച് നമുക്ക് കമ്പനി ഇൻഫോ എന്നുള്ള ആ മെനുവിലേക്ക് തന്നെ പോകണമെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്താൽ മതി, ഇവിടെ കമ്പനി ഇൻഫോ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ കമ്പനി ഇൻഫോ സെലക്ട് ചെയ്യാം. കമ്പനി ഇൻഫോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ സെലക്ട് കമ്പനി ഉണ്ട്, കണക്ട് കമ്പനി, ഷട്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി. അപ്പോൾ ആദ്യത്തെ വിൻഡോയിൽ നിന്ന് ഓപ്ഷൻസ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ വിൻഡോയിൽ എന്തായിരുന്നു, നമ്മൾ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സെലക്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി എന്നുള്ള 2-3 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കമ്പനീനെയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഓപ്ഷൻസ് ആണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്, കമ്പനി ക്രിയേഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കമ്പനി ക്രിയേഷന് നമ്മൾ എവിടെ വരണം, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അവിടെ എവിടെ വരണം, കമ്പനി ഇൻഫോ സെലക്ട് ചെയ്യുക. കമ്പനി ഇൻഫോയിൽ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് പാത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഗേറ്റ് വേ ഓഫ് ടാലി. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കമ്പനി ഇൻഫോയിൽ എന്ത് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കിട്ടും. അവിടെ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ഓരോ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് അക്സെപ്റ്റ് എന്ന് ചോദിക്കും. നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ വരുത്തി കഴിഞ്ഞ് തിരിച്ച് ഒന്നും കൂടി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് എന്നുള്ള ചെറിയ ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. ആ ഓപ്ഷനിൽ നമ്മൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആകും. ഇതാണ് കമ്പനി ക്രിയേഷനുള്ള വിൻഡോ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പനി ക്രിയേഷൻ. ഇതിൻ്റെ ഓരോ ഓപ്ഷനും നോക്കി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.